നിങ്ങൾ ഈ അടി കാണുന്ന ഈ വീഡിയോ ഇത് ഞാൻ ഇത് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അത് നാശമാവില്ലേ, അത് ആടിയിട്ടുണ്ട്, അതിൻ്റെ സൈഡ് എന്തിനാണ് കളയണത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അത് എവിടെ നിന്നാണ് എടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതാ ഇവിടെയാണ് ഇത് ഉണ്ടായിരുന്നത്. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ ഒരു കട്ടിലായിട്ടാണ് ഉണ്ടായിരുന്നത്, ഈ ഒരു മൂലക്കായിട്ട്. അങ്ങനെ അതൊരു പാസേജ് ഏരിയ ആയിരുന്നു. അപ്പോൾ ഇത് ആ ബാത്റൂമിൻ്റെ ചുമരെടുത്തപ്പോൾ അവരോട് കുറച്ച് അങ്ങോട്ട് എടുക്കാൻ പറഞ്ഞു. പക്ഷേ അത് അവർ വർക്ക് ചെയ്തപ്പോൾ എടുത്തില്ല. അപ്പോൾ ഇതിവിടെ 1 മീറ്റർ പോലും വീതി കിട്ടിയില്ല. അത് 1.20 കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്തായിരുന്നു. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്തു, അത് ഒഴിവാക്കിയാണ്ട് ഈ കട്ടിലെടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കാനാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ നീക്കി വെക്കുമ്പോൾ ഈ ചുമരിനൊരു പ്രശ്നം വന്നേക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതൊന്നും ഒഴിവാക്കുക, ഹാള് കുറച്ചുകൂടി കിട്ടിക്കോട്ടെ എന്നുള്ള രീതിക്കാണ് ഈ ഏരിയയിൽ നിന്നാണ് ഇത് നമ്മൾ എടുത്ത് മാറ്റിയത്. നിങ്ങളുടെ ആ സാധനം, ആ ഒഴിവാക്കിയ സാധനം ഇതായി കിടക്കുന്നു, കണ്ടോ, ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട്. ഇതിൻ്റെ സൈഡെടുത്തത് എന്താണ് കുത്തിപ്പൊളിച്ച് കളയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ സൈഡെടുത്തത് എടുത്ത് കഴിഞ്ഞാലുള്ളൂ അതിൻ്റെ സൈഡ് നടക്കുമ്പോൾ ചുമരുമൊക്കെ പിടുത്തുണ്ടാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ സെപ്പറേറ്റും ഇത് സെപ്പറേറ്റും ആയിട്ട് നിൽക്കും. അപ്പോൾ ചുമരിന് ഒരു പിടുത്തുണ്ടാവില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ നമ്മളെടുത്ത് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ തന്നെ ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അന്നെടുത്ത് വെച്ച കട്ടിലാണ് ഈ കിടക്കുന്നത്. ഓക്കെ.